ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയായ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയുടെ സിലബസിനെ കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. Qualification: First Class BTech Degree in Computer Science, IT, Electronics and Communication Engineering, MCA, MSc Computer Science or IT. Desirable: Red Hat certification will be an added advantage. Experience: minimum working experience of 3 years in installing, configuring and troubleshooting Unix, Linux-based environments. Solid experience in the years in installing, configuring, troubleshooting Unix, Linux-based environments. Solid experience in the administration, application stacks, example Tomcat, JBoss, Apache, NGI, NX. Experience with monitoring system, example Nagios. Experience in scripting skills, example shell scripts, Perl, Python. Solid networking knowledge, OSI, network layers, TCP, bar IP. Experience with SAN storage environment with the NFS mounts and physical and logical volume management. Experience with the tab library backup. Syllabus: വിഷയം ജനറൽ നോളജ്. ചോദ്യങ്ങളുടെ എണ്ണം 20, മാർക്ക് 10. ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിംഗ്. ചോദ്യങ്ങളുടെ എണ്ണം 20, മാർക്ക് 10. സഹകരണം ആൻഡ് ബാങ്കിംഗ്. ചോദ്യങ്ങളുടെ എണ്ണം 20, മാർക്ക് 10. കമ്പ്യൂട്ടർ. ചോദ്യങ്ങളുടെ എണ്ണം 100, മാർക്ക് 50. Digital electronics, computer organization and operating system, data structures and programming in C, object-oriented programming in C++, Java, database management system, client-server architecture and web programming, computer network and programming software engineering. ആകെ 160 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാർക്ക് 80. ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം. ഒരു ചോദ്യത്തിന് 1/2 മാർക്ക് വീതം. 160 ചോദ്യങ്ങൾക്ക് 80 മാർക്ക്. നോട്ട്: കേരള സഹകരണ നിയമം ചട്ടം 186 പ്രകാരം കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദ യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നും ലഭിച്ചിട്ടുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.